കാരണം ഒരു ബൃഹത്തായ മുഖവരയ്ക്ക് ശേഷമേ നമുക്ക് ഈ പുസ്തകത്തിലേക്കൊന്ന് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. സാധാരണ നമ്മൾ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു പഠനം ഒത്തിരി കേട്ടിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് ഈ വ്യത്യസ്തമായിട്ട് ഈ പ്രായമുള്ള അപ്പച്ചന്മാരുടെ ഒരു പഠനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പഠനമാണ് ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ മുഖവുര നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് അടുത്ത പഠനത്തിലോട്ട് കയറുമ്പോൾ അത് ഒത്തിരി സഹായകരമാകും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, യോഹന്നാൻ എങ്ങനെയാണ് പത്മോസിൽ എത്തിയതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളും പത്മോസ് ദ്വീപിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തത്, എനിക്ക് തോന്നുന്നു വെളിപ്പാട് പുസ്തകം എന്നതിന്റെ പേര് എങ്ങനെയാണ് വന്നത്, അപ്പോകാലിപ്സ്, ഈ വിഷയങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞ് നിർത്തിയത്. സത്യത്തില് വെളിപ്പാട് പുസ്തകം എന്നല്ല ഇതിനെ വിളിക്കുന്നത്, വെളിപാട് പുസ്തകം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതാണ് അതിന്റെ ശരിയായിട്ടുള്ള നാമം, വെളിപാട് എന്നാണ്. നമ്മുടെ ആളുകൾ പറഞ്ഞു വെളിപ്പാട് പുസ്തകം എന്ന തർജ്ജിമയിലൊക്കെ അങ്ങനെയാണ് വന്നത്. പക്ഷെ അതിന്റെ പഴയ പ്രതികളിലും എല്ലാത്തിലും വെളിപാട് പുസ്തകം എന്നാണ്. നമ്മൾ ഈ വെളിപാട് എന്ന് പറയുമ്പം ചില ആളുകൾ അങ്ങനെയല്ല, വെളിപ്പാട് പുസ്തകം എന്നൊക്കെ തിരുത്തും. അത് അവരുടെ അറിവുകേട് കൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ കുറച്ച് എവിഡൻസുകളൊക്കെ എടുത്ത് വെച്ചിരുന്നു. ഇപ്പൊ ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു പോയതാണ്. അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ ഞാൻ അതിന്റെ എവിഡൻസുകൾ നൽകി തരാം. നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് എഴുത്തുകാരൻ ആര് എന്നുള്ളതിനെ കുറിച്ചാണ്. മുഖവരയിൽ നമ്മൾ ഈ ക്ലാസ്സിൽ ആരംഭിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ആര്? അതിന് നമുക്ക് രണ്ട് രീതിയിൽ ആന്തരികവും ഭാഗ്യവുമായ തെളിവുകളാണ് നോക്കുന്നത്. സ്തോത്രം. ആദ്യം നമുക്ക് ആന്തരികമായ തെളിവ് നോക്കാം. ഈ പുസ്തകത്തിനകത്തു നിന്നുള്ള തെളിവ്, വെളിപ്പാട് പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ആര് എന്നുള്ളതിന് നമുക്ക് ആന്തരികവും ഭാഗ്യവുമായ തെളിവിൽ ആന്തരികമായ തെളിവ് നോക്കാം. കാരണം ഇത് യോഹന്നാനാണ് എഴുതിയെന്നും അല്ലെന്നുമുള്ള പണ്ഡിതവാദങ്ങൾ നിലവിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് നോക്കുന്നത്. ആന്തരിക തെളിവിന് വേണ്ടി നമുക്ക് 4 വാക്യങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. ഒന്നാമത്തെ വാക്യം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തന്നെയാണ്. സ്തോത്രം. അവിടെ വളരെ വ്യക്തമായി യോഹന്നാന്റെ പേര് പറയുന്നുണ്ട്. 1-ാം വാക്യം അവസാനിക്കുന്നത്, അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്. അപ്പം യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് യേശുക്രിസ്തു അത് ദൂതന് കൊടുത്തു, ദൂതൻ അത് യോഹന്നാന് പ്രദർശിപ്പിക്കുകയാണ്. ഇനി നമുക്കതിന് 4-ാം വാക്യത്തിലേക്ക് വന്നാൽ അവിടെയും യോഹന്നാന്റെ പേര് പറയുന്നുണ്ട്. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്. അപ്പോൾ ഇതിന്റെ എഴുത്തുകാരൻ ആരാണ്? അവിടെ ക്ലിയറായി പറയുന്നുണ്ട്, യോഹന്നാനാണ് ആസിയയിലെ 7 സഭകൾക്ക് എഴുതുന്നത്. ഇനി അതിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും യോഹന്നാന്റെ പേര് പറയുന്നുണ്ട്. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ. കണ്ടോ, യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു എന്ന് അവിടെ പറയുന്നു. കൂടാതെ നമുക്ക് 22-ാം അധ്യായം, വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തെ 22-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ അവിടെ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. ഇതിനപ്പുറം ഒരു തെളിവ് വേണ്ടല്ലോ. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. അപ്പോൾ 4 പ്രാവശ്യം യോഹന്നാന്റെ പേര് ഈ പുസ്തകത്തിനകത്തു തന്നെ പറയുന്നത് കൊണ്ട് ആഭ്യന്തരമായിട്ട് ഇതിനപ്പുറം ഒരു തെളിവിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല.
ഇതിന്റെ അപ്പുറം തെളിവിന്റെ ആവശ്യമുണ്ടോ? സ്തോത്രം. ഇനി അത് മാത്രമല്ല, രണ്ടാമത് വേണമെങ്കിൽ ഒരു ആഭ്യന്തര തെളിവ് പറയാം. അത് ശൈലിയിലുള്ള തെളിവാണ്. ശൈലിയിലുള്ള തെളിവാണ്. ശൈലിയിലുള്ള തെളിവെന്ന് പറഞ്ഞാല്, അപ്പോസ്തലനായ യോഹന്നാൻ അദ്ദേഹം എഴുതിയ ബാക്കി 4 പുസ്തകങ്ങൾ പരിശോധിച്ചാൽ, പുതിയ നിയമത്തിലെ പഞ്ചഗ്രന്ഥങ്ങളുടെ രചയിതാവ് എന്നാണ് യോഹന്നാനെ അറിയപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. അപ്പൊ യോഹന്നാൻ എഴുതിയ ബാക്കിയുള്ള പുസ്തകങ്ങൾ, അതായത് യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ 3 ലേഖനങ്ങൾ, ഇത് നമ്മൾ പരിശോധിച്ചാൽ യോഹന്നാന്റെ സുവിശേഷത്തിനകത്തും ലേഖനങ്ങൾക്കകത്തും അദ്ദേഹം പിന്തുടർന്നു വന്ന ഒരു ശൈലിയുണ്ട് എഴുത്തിന്. ആ സെയിം ശൈലി തന്നെ അദ്ദേഹം വെളിപ്പാട് പുസ്തകത്തിലും തുടരുന്നതായി കാണാൻ കഴിയും. അതിനകത്ത് ഒരു ഉദാഹരണം പറയാം. യോഹന്നാൻ യേശുക്രിസ്തുവിന് വചനം എന്ന് പേര് കൊടുത്തത് യോഹന്നാനാണ്. അത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് സുവിശേഷം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. 3 കാര്യങ്ങൾ അവിടെ പറയുന്നത്. ഇതിപ്പം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പഠനമല്ല, എങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ പ്രയോജനപ്പെടുന്നിടത്ത് പറയാം. 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. സ്തോത്രം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്താ അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, എറ്റേണിറ്റി ഓഫ് ദ വേഡ് എന്ന് പറഞ്ഞാൽ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വചനത്തിന്റെ നിത്യതയെ കാണിക്കുക, എറ്റേണിറ്റി ഓഫ് ദ വേഡ്. 2, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നെന്ന് പറഞ്ഞാൽ, കൂടെ എന്നുള്ള പദം പേഴ്സണാലിറ്റി ഓഫ് ദ വേഡ്, വചനത്തിന്റെ വ്യക്തിത്വത്തെ കാണിക്കുന്ന പദമാണ്. നമ്മളൊരാളുടെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് പേഴ്സണാലിറ്റിയെ കാണിക്കുക. 3, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ ഡിവിനിറ്റി ഓഫ് ദ വേഡ്, വചനത്തിന്റെ ദൈവത്വം. അപ്പോൾ വചനത്തിന്റെ നിത്യത്വം, വചനത്തിന്റെ വ്യക്തിത്വം, വചനത്തിന്റെ ദൈവത്വം. അപ്പോൾ വചനം എന്ന പേര് യോഹന്നാനാണ് യേശുക്രിസ്തുവിന് കൊടുക്കുന്നത്. അത് നമ്മളിപ്പോ സുവിശേഷങ്ങളിൽ കണ്ടല്ലോ. ഇനി അതേ കാര്യം യോഹന്നാൻ ലേഖനത്തിലും പറയുന്നു. നോക്കിക്കേ, നമുക്ക് 1 യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരാം. 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചു നോക്കി. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും, അടുത്തെന്താ, ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. ഇതാരെ കുറിച്ചാ? യേശുക്രിസ്തുവാണ് ജീവന്റെ വചനം. കണ്ടോ? അപ്പൊ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ വചനം എന്ന് അഭിസംബോധന ചെയ്തു, ലേഖനത്തിലും അത് തുടരുന്നു. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നോക്കിയേ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരുന്നു, അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരുന്നു, അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. ഇറ്റ്സ് ക്ലിയർ. ഇതാണ് ശൈലിയിലുള്ള തെളിവ്. ഒരു എക്സാമ്പിൾ മാത്രം മതിയല്ലോ, അധികം പറയാൻ സമയം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം. അതാണല്ലോ, എന്നാലേ നമ്മൾ പഠിക്കുള്ളൂ. സ്തോത്രം.
അപ്പോൾ സുവിശേഷത്തിൽ താൻ പേര് വിളിച്ചത്, ലേഖനത്തിൽ തുടർന്ന് വെളിപ്പാട് വർഷത്തിലും അത് ശൈലിയിലുള്ളതില്ല. അപ്പം നമ്മൾ ആന്തരികമായ രണ്ട് തെളിവുകൾ ഇപ്പോൾ കണ്ടു, അതിനകത്തുനിന്ന് കൺഫേം. ഇനി നമുക്ക് ഭാഗ്യമായ തെളിവ് നോക്കാം, പുസ്തകത്തിന് വെളിയിൽ നിന്നുള്ള തെളിവ്. പുസ്തകത്തിന് വെളിയിൽ നിന്നുള്ള തെളിവില് ഒന്നാമത് നമ്മൾ ശ്രദ്ധിച്ചാൽ ആദിമ സഭയിലെ വിശ്വാസികളും, അതായത് 1-ാം നൂറ്റാണ്ടിലെ ആദിമ സഭയിലെ വിശ്വാസികളും സഭാപിതാക്കന്മാരും സഭാ നേതാക്കന്മാരും എല്ലാം യോഹന്നാനാണ് ഈ പുസ്തകം എഴുതിയതെന്ന് വിശ്വസിക്കുന്നു. അതാണ് ഭാഗ്യമായ തെളിവിൽ ആദ്യത്തേത്. ആദിമസഭയിലെ വിശ്വാസികൾ, സഭാ പിതാക്കന്മാർ, സഭാ നേതാക്കന്മാർ, ഇവരെല്ലാം വിശ്വസിക്കുന്നു ഇത് യോഹന്നാനാണ് എഴുതിയത്. AD 150 ഭാഗ്യമായ തെളിവിൽ രണ്ടാമത്തേതാണ്. AD 150 ജസ്റ്റിൻ മാർട്ടിൻ എന്ന ഒരു ബൈബിൾ സ്കോളർ, ഒരു വേദപിതാവ്, യോഹന്നാനാണ് ഈ പുസ്തകം എഴുതിയെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ഭാഗ്യമായ തെളിവ് കൂടെ നോക്കാം. മൂന്നാമത്തേത് പോളികാർപ്പ് എന്ന് പറയുന്ന ഒരു ബൈബിൾ സ്കോളേഴ്സ്. പോളികാർപ്പ്, അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്തോത്രം. ഈ പോളികാർപ്പ് എന്ന് പറയുന്ന ആള് യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഒരാളാണ്. ഈ പോളികാർപ്പ് എന്ന യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഒരാളായ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ നടന്ന, പോളികാർപ്പിന്റെ കൂടെ നടന്ന ഐറേനിയസ് എന്ന ആളോട് വ്യക്തിപരമായി പറഞ്ഞതായിട്ടാണ് ഐറേനിയസ് പറയുന്നത്. വെളിപ്പാട് പുസ്തകം യോഹന്നാനാണ് എഴുതിയത്. ഐറേനിയസിനെ വളരെ സുപ്രസിദ്ധനാണ്. അദ്ദേഹത്തെ ബൈബിൾ പണ്ഡിതനും ബൈബിൾ സ്കോളറും ആദിമസഭയിലെ പിതാവ് എന്നാണ് ഐറേനിയസിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഐറേനിയസിന്റെ ഗുരുവായിരിക്കാം പോളികാർപ്പ്. ഐറേനിയസ് പോളികാർപ്പിന്റെ കൂടെയാണ് നടന്നത്. പോളികാർപ്പ് യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഒരാളാണ്. അപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഒരാളായ പോളികാർപ്പ് ഡയറക്റ്റ് ഐറേനിയസിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്, അദ്ദേഹമാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതിയത്. അതായത് യോഹന്നാനാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതിയത്. അപ്പൊ നമുക്ക് ആന്തരികമായ തെളിവും ലഭിച്ചു, ഭാഗ്യമായ തെളിവും ലഭിച്ചു. അതിനകത്ത് നമുക്ക് വ്യക്തമാണ് ഇത് എഴുതിയത് ആരാണ്, യോഹന്നാനാണ്. ഇനി എഴുതിയ കാലം, ഇന്നത്തെ മുഖവരയിൽ നമ്മൾ ചിന്തിക്കുന്ന രണ്ടാമത്തെ വിഷയം, എഴുതിയ കാലം. ഈ എഴുതിയ കാലത്തെ കുറിച്ച് രണ്ട് തരത്തിലുള്ള അഭിപ്രായമുണ്ട്. ഞാൻ രണ്ടഭിപ്രായങ്ങളും പറയാം. എഴുതിയ കാലത്തെ കുറിച്ചുള്ള രണ്ട് അഭിപ്രായം. ഒന്നാമത്തെ അഭിപ്രായം, AD 68 മുൻപ് നീറോ ചക്രവർത്തിയുടെ കാലത്താണ് ഈ പുസ്തകം എഴുതിയെന്ന് ഒരു കൂട്ടം ആളുകൾ അഭിപ്രായപ്പെടുന്നു. AD 68 മുൻപ് നീറോ ചക്രവർത്തിയുടെ കാലത്താണ് ഈ പുസ്തകം എഴുതിയെന്ന് ഒരു കൂട്ടം ആളുകൾ അഭിപ്രായപ്പെടും. അതിനൊരു കാരണം അവർ പറയുന്നത്, വെളിപ്പാട് പുസ്തകത്തിൽ ഒത്തിരി പീഡനങ്ങളെ കുറിച്ച് വിവരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഏറ്റവും അധികം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചത് നീറോ ചക്രവർത്തിയായിരുന്നു.
നമുക്കറിയാം പൗലോസ്ലിഹായെ ചിരച്ഛേദം ചെയ്യപ്പെടുന്നതും എല്ലാം ഇദ്ദേഹമായിരുന്നു. ആരെ? നീറോ ചക്രവർത്തിയായിരുന്നു. കൊലോസ്യം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് പൗലോസിനെ ചിരച്ഛേദം ചെയ്യപ്പെടുന്നത്. അപ്പൊ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ പീഡ അഴിച്ചുവിട്ടത്. ആ പീഡയുടെ കാലത്ത് എഴുതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിനകത്തും ഇത്രയും പീഡനങ്ങളെ കുറിച്ച് ഒക്കെ വിവരിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു അഭിപ്രായമാണ് പറയുന്നത്. പക്ഷെ ഈ അഭിപ്രായം തികച്ചും തെറ്റാണ്. കാരണം ഇത് തികച്ചും തെറ്റാണെന്ന് പറയാൻ കാരണം വെളിപ്പാട് പുസ്തകം 1:9 വായിക്കുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിലേക്ക് നാട് കടത്തപ്പെടുകയായിരുന്നു അവിടെ വ്യക്തമാണ്. അപ്പം നീറോ ചക്രവർത്തിയുടെ കാലത്ത് ആരെയും പത്മോസിലേക്കെന്നല്ല ഒരു ദ്വീപിലേക്ക് നാട് കടത്താൻ ആയിട്ടുള്ള ഒരു ചരിത്രവും രേഖകളിലില്ല. നാട് കടത്തിന്റെ ചരിത്രം മുഴുവൻ ഉള്ളത് മറ്റൊരു രാജാവിന്റെ കാലത്താണ്. നീറോയുടെ കാലത്ത് എല്ലാവരെയും വധിക്കുകയായിരുന്നു, കൊല്ലുകയും ശിരച്ഛേദം ചെയ്യപ്പെടുകയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ അഭിപ്രായമായിട്ട് നിൽക്കട്ടെ, അത് ഒറിജിനൽ അല്ല, അത് തെറ്റായ അഭിപ്രായമാണ്. പഠനമായതുകൊണ്ട് നമുക്കിത് പറയാതിരിക്കാൻ പറ്റുകയില്ല. രണ്ടാമത്തെ അഭിപ്രായം, AD 95-96 കാലഘട്ടത്തിൽ AD 95-96 കാലഘട്ടത്തിൽ ഡൊമീഷ്യൻ റോമൻ സാമ്രാജ്യം ഭരിക്കുമ്പോഴാണ് ക്രൈസ്തവ മാർഗം വലിയ തോതിൽ വ്യാപിക്കാനിടയായി തീർന്നു പല രാജ്യങ്ങളിലേക്കുമൊക്കെ. AD 95-96 കാലഘട്ടത്തിലാണ് ക്രൈസ്തവ മാർഗം അതിശക്തമായി പല രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. അന്ന് ഡൊമീഷ്യനാണ് റോമൻ സാമ്രാജ്യം ഭരിക്കുന്നത്. അപ്പോഴും ക്രിസ്ത്യാനികൾക്കെതിരുള്ള പീഡനം നീറോയുടെ അതേ പാതയിലൂടെ ഡൊമീഷ്യനും തുടരുക. പീഡനം ഡൊമീഷ്യൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പീഡനത്തിൽ ഈ മറ്റു പല ക്രൈസ്തവ രാജ്യങ്ങളുടെ എതിർപ്പുകൾ ശക്തമായിട്ട് വന്നു. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ കൊല്ലുന്നതിനെതിരെ. അങ്ങനെ എതിർപ്പ് ശക്തമായി വന്നപ്പോൾ ഡൊമീഷ്യൻ എന്ത് ചെയ്തു? ഒരു പുതിയ നയം സ്വീകരിച്ച് ഇനി ആരും കൊല്ലുന്നില്ല, പകരം നാട് കടത്തുകയാണ്. നാട് കടത്തുന്ന പരിപാടി തുടങ്ങിയത് ഇദ്ദേഹമാണ്. ആര്? ഡൊമീഷ്യൻ. അങ്ങനെ ഡൊമീഷ്യന്റെ കാലത്ത് നാട് കടത്തപ്പെട്ട ആളാണ് യോഹന്നാൻ അപ്പോസ്തലൻ. അങ്ങനെ പത്മോസിൽ അദ്ദേഹം നാട് കടത്തപ്പെട്ട ആ കാലത്താണ് ഈ വെളിപ്പാട് പുസ്തകം എഴുതാൻ തനിക്ക് സാഹചര്യം ഒരുങ്ങിയതും അതിനുള്ള ദർശനം തനിക്ക് ലഭിച്ചതും ഈ ദ്വീപിൽ വെച്ചാണ്. പിന്നീട് അദ്ദേഹം മടങ്ങി പത്മോസിൽ നിന്ന് അദ്ദേഹം മടങ്ങി തിരിച്ച് എഫസോസിലേക്ക് വന്നു. അദ്ദേഹം മടങ്ങി എഫസോസിൽ വന്നിട്ട് അവിടെ വെച്ചാണ് താന് മരിക്കുന്നതൊക്കെ. ദൈവത്തിന്റെ ഒരു വലിയ കരുതൽ അതൊക്കെ ഭയങ്കരമാണ്. കാരണം ആ ദ്വീപിലേക്ക് പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. ഒന്ന് ഞാൻ എല്ലാവരും അവിടെ വെച്ച് മരിക്കുകയാണ് പതിവ്. പക്ഷെ യോഹന്നാൻ അവിടെ വെച്ച് മരിച്ചില്ല. യോഹന്നാൻ മടങ്ങി എഫസോസിലേക്ക് വന്നു. അദ്ദേഹം എഫസോസിൽ മടങ്ങി വന്നിട്ട് താന് ഈ ദ്വീപിൽ വെച്ച് കണ്ടതെല്ലാം റിവൈൻ ചെയ്ത് എഴുതിയതായിരിക്കാം. അതിന് ദൈവാത്മാവ് തന്നെ സഹായിച്ചതായിരിക്കാനാണ് സാധ്യത. കാരണം പത്മോസ് ദ്വീപിൽ എഴുതാൻ പേനായോ അതിനുള്ള എഴുതാനുള്ള മെറ്റീരിയൽസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതകളില്ല. ഞാൻ അവിടെ വെച്ച് ഇതെല്ലാം കണ്ടു,
മടങ്ങി എഫെസോസിൽ വന്ന് തന്നെ കണ്ടതൊക്കെ റിവൈൻഡ് ചെയ്ത് അത് എഴുതാൻ പരിശുദ്ധാത്മാവ് തന്നെ സഹായിക്കാതിരിക്കാൻ ഉള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 7 സഭകൾക്കുള്ള ദൂതാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടം ആയപ്പോഴേക്കും ഈ സഭകൾക്കെല്ലാം മൂല്യച്യുതി വന്നു തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ 7 സഭകളോടും കുറ്റം പറയല്ലേ ദൈവം, ഗുണം പറയുന്നുണ്ടെങ്കിലും കൂടുതൽ ഒരു കുറവാണ് ഓർപ്പിക്കുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കാലഘട്ടം ആയപ്പോഴേക്കും, ഇതുവരെ വെളിപ്പാട് പുസ്തകം താൻ എഴുതുന്ന കാലഘട്ടം ആയപ്പോഴേക്കും ഈ സഭകൾക്കെല്ലാം മൂല്യച്യുതി ഉണ്ടാകാൻ തുടങ്ങി. വെളിപ്പാട് 2-3 അധ്യായത്തിൽ പറയുന്ന സഭകൾക്കെല്ലാം മൂല്യച്യുതി സംഭവിച്ചു. ഉദാഹരണത്തിന് പറഞ്ഞ എഫസോസ് സഭയുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. താഴോട്ട് വന്ന ഓരോ സഭകളുടെയും പെർഗമോ സഭയാണെങ്കിൽ സാത്താന്റെ സിംഹാസനത്തിന്റെ ഇടയിൽ പോയി താമസിക്കാൻ പോയി. തുയതേരിയ കാലഘട്ടത്തിലാണെങ്കിൽ വ്യഭിചാരവും ദുർനടപ്പും ഇസബേൽ എന്ന സ്ത്രീയുടെ വിളയാട്ടവും. ലവോദിക്ക സഭ ഏറ്റവും അവസാനത്തെ സഭയിലാണെങ്കിൽ അവര് ഞങ്ങൾ ധനവാന്മാരാണെന്ന് പറഞ്ഞുള്ള അഹങ്കാരവും പലതരം ഭാവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സഭകളെല്ലാം മൂല്യച്യുതി ഉണ്ടാകാൻ തുടങ്ങി. ഇതെല്ലാം പണ്ട് നല്ല സഭകളായിരുന്നു, പക്ഷേ കാലക്രമേണ ഇതിനെല്ലാം മൂല്യച്യുതികൾ സംഭവിച്ചു. ചുരുക്കം പറഞ്ഞാൽ ഈ ലവോദിക്ക സഭയുടെയൊക്കെ ഭാഗം വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുന്ന സമയമായപ്പോഴേക്കും ഈ സഭകളെയെല്ലാം ചില പണക്കാര് കീഴടക്കി എന്ന് പറയുന്നതാണ് സത്യം. അത് നമ്മൾ വരുമല്ലോ, ഈ ഓരോ സഭകളെ കുറിച്ചും ഡീറ്റെയിൽ ആയി പഠിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത കാലത്ത് ഈ പഠനം തീരുമോ. ഓടിച്ചിട്ട് തീർക്കാൻ നമുക്ക് പറ്റും, പക്ഷെ പാടാണ് നമുക്ക്. കാരണം സാധാരണ ഈ 7 സഭകളെ കുറിച്ചുള്ള പഠനം തന്നെ 1-2 ആഴ്ച എടുത്തിട്ട് തീരാതെ ഞാൻ ഓടിച്ചിട്ട് തീർത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് ദിവസം എന്ന് പറയുമ്പോൾ അത്ര ഗൗരവമുള്ള വിഷയമാണ്. എന്നോട് ടൈം ഒന്നും പറഞ്ഞിട്ടില്ല എത്ര സമയം കൊണ്ട് തീർക്കണമെന്ന്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, AD 68-69 കാലങ്ങൾ, AD 68-69 കാലങ്ങളിൽ ഈ പറഞ്ഞ സഭകളെല്ലാം ആത്മീക ഉന്നതി നിന്ന സഭകളാണ്. പൗലോസിന്റെ കാലത്തും ഒക്കെ ഈ സഭകളെല്ലാം വലിയ ആത്മീക ഉന്നതി നിന്ന സഭകളാണ്. പക്ഷെ AD 95-96 കാലഘട്ടം വന്നപ്പോഴേക്കും ഈ സഭകളെല്ലാം ആത്മീക മൂല്യച്യുതി സംഭവിച്ചു. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, ഡൊമീഷ്യൻ ചക്രവർത്തി പത്മോസിലേക്ക് യോഹന്നാനെ നാട് കടത്തിയ AD 95-96 കാലഘട്ടത്തിലായിരിക്കാം വെളിപ്പാട് പുസ്തകം എഴുതിയെന്നുള്ളതാണ് രണ്ടാമത്തെ അഭിപ്രായം. നമുക്ക് അതിനോടാണ് യോജിക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ 3-ാമത്തെ വിഷയത്തിലേക്ക് പോകാം. ആർക്കാണ് എഴുതിയത്? ഒന്നാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യവും 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ആസിയയിലെ 7 സഭകൾക്കാണ് ഇത് എഴുതിയത്. ഒന്നാമത് നമുക്ക് അങ്ങനെ പറയാം. ഇനി അതിനോട് ചേർത്ത് ഒരു സെന്റൻസ് കൂടെ ഞാൻ പറയുക. അത് പറഞ്ഞില്ലേയുള്ള കുഴപ്പം എന്നറിയോ? പണ്ടൊരാള് ചോദിച്ചു, കൊരിന്ത്യ ലേഖനം കൊരിന്ത്യർക്കല്ലേ, അതുകൊണ്ട് കോഴഞ്ചേരിക്കാർക്ക് എന്താ കാര്യമെന്ന് എന്ന് ചോദിച്ച പോലെ ചോദിക്കാതിരിക്കാൻ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർത്ത് പറയുക. ആസിയയിലെ 7 സഭകൾക്കാണ് ഇത് എഴുതിയതെങ്കിലും പിന്നീട് ഈ കാലത്ത് ജീവിക്കുന്ന നമുക്കും ഏത് കാലത്ത് ജീവിക്കുന്ന വിശ്വാസികൾക്കും ഈ പുസ്തകം അവൈലബിൾ ആണ്.
അവർക്ക് വേണ്ടി കൂടെയാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് ഇതിന്റെ കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇത് ആർക്കു വേണ്ടിയാണ് എഴുതിയെന്ന് വെച്ചാൽ രണ്ടാമത് നമുക്ക് പറയാം, തന്റെ ദാസന്മാർക്ക് വേണ്ടിയാണ് ഇത് എഴുതിയത്. കാരണം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഒരു പ്രത്യേക സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് യേശുക്രിസ്തുവിന് കൊടുത്തു, അല്ലെങ്കിൽ ദൈവം അത് കൊടുത്തു, ദൈവം അത് അവര് കൊടുത്തു. അപ്പൊ തന്റെ ദാസന്മാർക്ക് വേണ്ടിയാണ് ഇത് എഴുതിയത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസിന്റെ അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാം. നാലാമത്തെ സബ്ജക്റ്റിലേക്ക് പോകാം. ഈ പുസ്തകം എഴുതിയതിന്റെ പുറകിലെ ഉദ്ദേശം. വെളിപ്പാട് പുസ്തകം എഴുതിയതിന്റെ പുറകിലെ ഉദ്ദേശം. ഒന്ന്, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന സത്യം ഓരോ ദൈവമക്കൾ മനസ്സിലാക്കാൻ വേണ്ടി. ഏഴ് സഭകളുടെ ദൂത് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. 7 സഭകളുടെ ദൂതിനകത്ത് ഏറ്റവും അവസാനം എന്താ പറയുന്നത്? ഞാൻ വരുമെന്നാണ് പറയുന്നത്. 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ എഫെസോസ് സഭയോടത് പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. ആരോടാ പറയുന്നത്? സ്മുർണ സഭയോട്. 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ വരുമ്പോൾ പെർഗമോ സഭയോട് പറയുന്നുണ്ട്. 2-ാം അധ്യായം 25-ാം വാക്യത്തിൽ വരുമ്പോൾ തുയതൈര സഭയോട് പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ സർദി സഭയോടും പറയുന്നുണ്ട്. 11-ാം വാക്യത്തിലേക്ക് 3-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഫിലദൽഫിയ സഭയോടും പറയുന്നുണ്ട്. 20-ാം വാക്യം വരുമ്പോൾ ലവോദിക്ക സഭയോടും പറയുന്നു, ഞാൻ വരുമെന്ന്. അപ്പോൾ ഈ പുസ്തകം എഴുതിയതിന്റെ ഉദ്ദേശങ്ങളിൽ ഒന്നാമത്തെ ഉദ്ദേശം, ഇതാ താൻ വേഗം വരുന്നു എന്ന സത്യം ഓരോ ദൈവമക്കളും മനസ്സിലാക്കുക. രണ്ട്, യൂണിവേഴ്സലായി ഏത് കാലഘട്ടത്തിലുമുള്ള സഭകൾക്കുള്ള സന്ദേശമാണ് വെളിപ്പാട് പുസ്തകം. എന്ന് പറഞ്ഞാൽ ഈ 7 സഭകൾക്ക് മാത്രമല്ല, യൂണിവേഴ്സൽ ആയിട്ടുള്ള ഏത് കാലഘട്ടത്തിലുള്ള സഭകൾക്കുള്ള സന്ദേശം കൂടെ കൈമാറാനാണ് ഈ പുസ്തകം എഴുതിയത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്ന് സഭ സ്ഥാപിക്കപ്പെട്ട സമയം മുതൽ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നിടം വരെയുള്ള കാലഘട്ടത്തിൽ സഭ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ ഉദ്ദേശം, അതിനെ നമുക്ക് ഗോഡ്ലി പർപ്പസ് എന്ന് വിളിക്കാം, ദൈവിക ഉദ്ദേശം എന്ന് വിളിക്കാം. കാരണം അതിനകത്ത് 1, 2, 3 സബ് ഉണ്ട് കേട്ടോ. ആ പോയിന്റിൽ ഗോഡ്ലി പർപ്പസിനകത്ത് 1, 2, 3 സബ് പറയാം. ഒന്നാമത്തെ സബ്,
യേശു ആരാണെന്ന് യോഹന്നാനെ കർത്താവ് കാണിക്കുകയാണ്. അത് നമുക്ക് 1-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ കാണാൻ കഴിയും. 12, 13 പണ്ട് യോഹന്നാൻ യേശുവിന്റെ മാറോട് ചേർന്നിരുന്നു. എന്നാൽ ഇപ്പം മാറോട് ചേർന്നിരിക്കാൻ പറ്റുകയില്ല. കാരണം ഇപ്പോൾ മഹത്വ പ്രത്യക്ഷതയിലാണ് യോഹന്നാൻ യേശുവിനെ കാണുന്നത്. മഹത്വ പ്രത്യക്ഷതയിലാണ് യോഹന്നാൻ യേശുവിനെ കാണുന്നത്. ആ മഹത്വ പ്രത്യക്ഷതയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. 12, 13, 14 വാക്യങ്ങളിൽ കാണും. പണ്ട് മാറോട് ചേർന്നിരുന്ന് ആശ്വസിച്ച യോഹന്നാൻ മഹത്വ പ്രത്യക്ഷതയുള്ള യേശുവിനെ കണ്ടതും മരിച്ചവനെ പോലെ വീണു. കണ്ടോ? അതാണ് 17-ാം വാക്യം പറഞ്ഞത്. അവനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ കാൽക്കൽ വീണു. ഒന്നാമത്തെ സംഭവമാണ് യേശുക്രിസ്തു ആരാണെന്ന് യോഹന്നാനെ കർത്താവ് കാണിക്കുക. രണ്ടാമത്തെ സംഭവം യേശുക്രിസ്തു ആരാണെന്ന് യഹൂദനെ അറിയിക്കുക. അതാണ് 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം. 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം. അത് മാത്രമല്ല, മൂന്നാമത് നമ്മൾ ചിന്തിച്ചാൽ യേശുക്രിസ്തു ആരാണെന്ന് ലോകരാഷ്ട്രങ്ങളെ അറിയിക്കുക. അതും ഈ 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾക്കകത്ത് വരും. നാലാമത് യേശുക്രിസ്തു ആരാണെന്ന് സഭ അറിയാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകം 19 വരുമ്പോൾ നമുക്കത് കാണാം. ഇനി അഞ്ചാമതായി നോക്കിയാൽ തന്റെ ജനത്തോടുകൂടെയുള്ള യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയാണ് 20, 21 അധ്യായം. ആറാമത് നിത്യതയാണ്. അപ്പോൾ ഇത് ഗോഡ്ലി പർപ്പസ് ആണ് ഈ പറഞ്ഞ 6 കാര്യം. ചുരുക്കം പറഞ്ഞാൽ ദൈവത്തിന്റെ സഭയും യോഹന്നാനും ലോകവും യഹൂദനുമെല്ലാം യേശുക്രിസ്തു ആരാണെന്ന് അറിയാൻ പോകുന്നു. അതിനുവേണ്ടിയുള്ള ഒരു ഗോഡ്ലി പർപ്പസും കൂടെ വെളിപ്പാട് പുസ്തകത്തിന്റെ രചനയുടെ പുറകിലുണ്ട്. ഇനി നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാം. വെളിപ്പാട് പുസ്തകത്തിന്റെ ചില പ്രത്യേക സവിശേഷതകൾ. സഹോദരന്മാരെ, എത്ര മണി വരെയാ ക്ലാസ്? ഇനി ഒരു 15 മിനിറ്റ് കൂടെ ഉണ്ട്. ഇവിടുത്തെ 9 മണി വരെ. ഓക്കെ. അപ്പൊ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിന്റെ ചില പ്രത്യേക സവിശേഷതകൾ. ഒന്ന്, ഇതൊരു പ്രൊഫറ്റിക് ബുക്കാണ്. അതായത് ഇതൊരു പ്രവചന പുസ്തകമാണ്.
രണ്ട്, വെളിപ്പാട് പുസ്തകം ഒരു അപ്പോകാലിപ്റ്റിസ് പുസ്തകമാണ്, അല്ലെങ്കിൽ മറ നീക്കി കാണിക്കുന്ന പുസ്തകമാണ്. ഒരു അപ്പോകാലിപ്സ് പുസ്തകമാണ്, മറ നീക്കി കാണിക്കുന്ന പുസ്തകമാണ്. മൂന്ന്, ഇതിൽ സഭയെ സംബന്ധിക്കുന്ന പ്രവചനമുണ്ട്, വർത്തമാനകാല പ്രവചനമുണ്ട്, സഭയെ സംബന്ധിക്കുന്ന ഭാവി പ്രവചനം. ഇങ്ങനെ 3 രീതിയിലുള്ള പ്രവചനങ്ങളും ഉണ്ട്. സഭയെ സംബന്ധിക്കുന്ന പ്രവചനങ്ങൾ അതായത് നമ്മൾ 2-3 അധ്യായങ്ങളിൽ കാണുന്നു. വർത്തമാനകാല പ്രവചനങ്ങൾ സഭയെ സംബന്ധിക്കുന്നത്, അതും നമ്മൾ 2-3 അധ്യായങ്ങൾക്കകത്ത് കാണാൻ കഴിയുന്നുണ്ട്. സഭയെ സംബന്ധിക്കുന്ന ഭാവി പ്രവചനങ്ങൾ 4-5 അധ്യായങ്ങളിൽ കാണുന്നു. അപ്പൊ ഈ 3 രീതിയിലുള്ള പ്രത്യേകതകൾ ഇവിടെയുണ്ട്. അത് ഭാവി സംബന്ധമായ പ്രവചനം. കൂടാതെ യഹൂദനെയും ലോകരാഷ്ട്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന പ്രവചനങ്ങൾ ഇതിനകത്തുണ്ട്. അഞ്ചാമത് നോക്കിയാൽ കർത്താവിന്റെ 2ാം വരവിന്റെ പ്രവചനങ്ങൾ ഇതിനകത്തുണ്ട്. അധ്യായം 19-20 അത് കാണുന്നുണ്ട്. ഈ മറ്റൊരു പ്രത്യേകത, ഈ വെളിപ്പാട് പുസ്തകം പഴയ നിയമം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന പുസ്തകമാണ്. പഴയ നിയമം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. പഴയ നിയമത്തിലെ 400-നും 500-നും ഇടയിലുള്ള സൂചനകൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. പഴയ നിയമം അറിയാൻ വരാത്തതിനൊക്കെ ബുദ്ധിമുട്ട്. ഞാൻ വേണമെങ്കിൽ ചില ഉദാഹരണം പറയാം, അപ്പൊ മനസ്സിലാകും. പഴയ നിയമം ആരംഭിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വെളിപ്പാട് പുസ്തകത്തിനകത്ത് എന്ത് പറയുന്നുണ്ട്? വെളിപ്പാട് പുസ്തകത്തിനകത്തും പറയുന്നു, ആ സൃഷ്ടിക്കപ്പെട്ട ആകാശവും ഭൂമിയും എന്ത് ചെയ്തു? പോയി, പിന്നെ അതിനെ കണ്ടില്ല. പിന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയും, ഇത് രണ്ടും പഴയ നിയമവും ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഒരു ഉദാഹരണം പറഞ്ഞതാ. പഴയ നിയമത്തിൽ മനുഷ്യനെ താമസിപ്പിക്കാൻ ദൈവം ഏതേൻ തോട്ടം ഒരുക്കിയെങ്കിൽ പുതിയ നിയമത്തിൽ അതിന് പകരം ഒരു പുതിയ യെരൂശലേമിനെ ദൈവം എന്ത് ചെയ്യുക? കണക്റ്റഡ് ആണ്. ഉൽപ്പത്തി പുസ്തകം 3-ൽ പാപം മനുഷ്യനിൽ പ്രവേശിക്കുന്നെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ പാപം എന്നേക്കുമായി മാറുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ൽ മരണം മനുഷ്യനിൽ പ്രവേശിക്കുന്നെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു മരണം ഇനി ഇല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനും ദൈവവും തമ്മിൽ അകന്നു മാറുന്നെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം അഗാധമായ ബന്ധത്തിലേക്ക് വരികയാണ്. അപ്പൊ നോക്കിക്കേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 400-നും 500-നും ഇടയിൽ പഴയ നിയമ സൂചകങ്ങൾ കിടക്കുകയാണ് പുതിയ നിയമത്തിൽ, അതായത് വെളിപ്പാട് പുസ്തകത്തിൽ. അപ്പൊ ഇതൊരു ചെറിയ വിഷയമാണ്, ഇത് കണക്ട് ചെയ്ത് പഠിക്കേണ്ട വിഷയമാണ്. സാധാരണ ദാനിയേൽ വെളിപ്പാടാണ് എല്ലാവരും പഠിക്കുന്നത്, പക്ഷെ ഏറ്റവും കണക്ഷൻ കിടക്കുന്ന എനിക്കൊന്ന് ഉൽപ്പത്തി പുസ്തകമായിട്ടാണ് തോന്നുന്നു. ദാനിയേലിനകത്തും ഉണ്ട്. അപ്പം ഈ 3 പുസ്തകങ്ങളും കൂടെ ചേർത്താണ് പഠിക്കേണ്ടത്, ഉൽപ്പത്തി, ദാനിയേൽ, വെളിപ്പാട്. എന്നാലേ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇനി വെളിപ്പാട് പുസ്തകത്തിന്റെ
ഒരു പ്രധാനപ്പെട്ട സവിശേഷത കൂടെ പറഞ്ഞ് നമുക്ക് ആ വിഷയം വിടാം. വെളിപ്പാട് പുസ്തകം പരിസമാപ്തികളുടെ പുസ്തകമാണ്. ഇതൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. പരിസമാപ്തികളുടെ പുസ്തകമാണ്. ദ ബുക്ക് ഓഫ് ഡെസ്റ്റിനി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരംഭവും അവസാനവും വ്യക്തമാക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. ആരംഭവും ഇതിനകത്ത് വ്യക്തമാക്കുന്നു, അവസാനം വ്യക്തമാക്കുന്നു. ലോകത്തിന്റെ ആരംഭവും വ്യക്തമാക്കുന്നു, ലോകത്തിന്റെ അവസാനവും വ്യക്തമാക്കുന്നു. മനുഷ്യനെ സംബന്ധിക്കുന്ന ദൈവിക ഉദ്ദേശത്തിന്റെ പരിസമാപ്തിയും ഈ പുസ്തകത്തിലാണ്. ചരിത്രത്തിന്റെ പരിസമാപ്തി ഈ പുസ്തകത്തിലാണ്. സഭയുടെ പരിസമാപ്തി ഈ പുസ്തകത്തിലാണ്. യഹൂദന്റെ പരിസമാപ്തി ഈ പുസ്തകത്തിലാണ്. ലോകരാഷ്ട്രങ്ങളുടെ പരിസമാപ്തി ഈ പുസ്തകത്തിലാണ്. ആകാശഭൂമികളുടെ പരിസമാപ്തി ഈ പുസ്തകത്തിലാണ്. വീണ്ടെടുപ്പ് വേലയുടെ പരിസമാപ്തി ഈ പുസ്തകത്തിലാണ്. ആരുടെയോ ഓഡിയോ ഓണായിരിക്കുകയാണ്, അതൊന്ന് മ്യൂട്ട് ചെയ്താൽ എനിക്ക് ഭയങ്കര ശബ്ദം കേൾക്കും. അപ്പോൾ ഇത് പരിസമാപ്തികളുടെ പുസ്തകമാണെന്ന് പറയുന്നതിന്റെ കാരണം ഇത്രയും കാര്യങ്ങളുടെ പരിസമാപ്തി ഈ പുസ്തകത്തിലാണ്. ഏതിന്റെയൊക്കെ? ലോകത്തിന്റെ പരിസമാപ്തി, സഭയുടെ പരിസമാപ്തി, ചരിത്രത്തിന്റെ പരിസമാപ്തി, യഹൂദന്റെ പരിസമാപ്തി, ലോകരാഷ്ട്രങ്ങളുടെ പരിസമാപ്തി, ആകാശത്തിന്റെയും ഭൂമിയുടെയും പരിസമാപ്തി, വീണ്ടെടുപ്പ് വേലയുടെ പരിസമാപ്തി. ഇങ്ങനെ മനുഷ്യനെ സംബന്ധിക്കുന്ന ദൈവിക ഉദ്ദേശങ്ങളുടെ പരിസമാപ്തി, ഇങ്ങനെ എല്ലാ പരിസമാപ്തി ഈ പുസ്തകത്തിൽ. അതുകൊണ്ടാണ് ഇത് പരിസമാപ്തികളുടെ പുസ്തകമാണ്. ഇനി ഒരു സവിശേഷത കൂടെ പറയാം. ഈ പുസ്തകം എഴുതിയത് അനുസരണയുള്ള വായനക്കാർക്ക് വേണ്ടിയാണ്. എല്ലാവർക്കും വേണ്ടിയല്ല, അനുസരണയുള്ള വായനക്കാർക്ക് വേണ്ടിയാണ്. കാരണം വെളിപ്പാട് പുസ്തകം 1:3 പറയുന്നത് അനുസരിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ്. അനുസരിക്കുന്നവൻ ഭാഗ്യവാനെന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗം പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ്. പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ അനുസരിക്കാൻ വല്ലതും ഉണ്ടോ? ഇഷ്ടം പോലെ കൽപ്പനകളുണ്ട്. അപ്പോൾ ഇത് അനുസരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയത്. ഇനി നമുക്ക് അധ്യായം 1 പ്രവേശിക്കാം. മുഖവുരകൾ അവസാനിപ്പിക്കാം. ഒത്തിരി മുഖവുരകൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് എൻട്രി ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. 1-2 ക്ലാസ്സുകളിൽ നമ്മൾ ആ ഭാഗത്ത് തന്നെ നിൽക്കുകയുള്ളൂ. അടുത്ത ക്ലാസ്സുകളിൽ വരുന്നതിന് മുമ്പ് 2-3 ആവർത്തി ഒന്ന് വായിച്ചിട്ട് വന്നാൽ എളുപ്പമായിരിക്കും.
അതില് നമ്മളിപ്പം ഈ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യത്തെ 3 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നമ്മൾ ഇത്തരം മുഖവരകളൊക്കെ ചിന്തിച്ച്. ആ 3 വാക്യങ്ങളിൽ നിന്നുകൊണ്ടാണ് മുഖവരകൾ ചിന്തിച്ച്. എന്നാൽ വീണ്ടും നമ്മൾ ആ വാക്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു പോകും. സ്തോത്രം. ഈ 1-ാം വാക്യം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ, നമ്മൾ ഈ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് മേജറായി പഠിക്കുന്നത്. അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കാം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, ഇങ്ങനെ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾക്കകത്തിനെ അതിനെ 2ആയി ഡിവൈഡ് ചെയ്യാം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒരു ഭാഗം, 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ രണ്ടാമത്തെ. അതിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ 1-ാം വാക്യം തന്നെ പറയുന്നത് ഇത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. അതിനെ ദ ഗ്രേറ്റ് റെവലേഷൻ എന്നാണ് മറ്റു ചില ഗ്രന്ഥങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് വലിയ വെളിപ്പാടാണ്. ഇത് വലിയ വെളിപ്പാടാകാൻ കാരണം ഇത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. നമ്മുടെ ആളുകൾ ആരും കാണുന്നൊന്നും വലിയ വെളിപ്പാടല്ല. ഏക വലിയ വെളിപ്പാടെന്ന് പറയുന്നത് ദ ഗ്രേറ്റ് റെവലേഷൻ എന്ന് പറയുന്ന ഒറ്റ വെളിപ്പാടേ ഉള്ളൂ. അതാണ് ഈ വെളിപ്പാട് പുസ്തകം. അത് വലിയ വെളിപ്പാടാകാൻ കാരണം ഇത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടായതുകൊണ്ടാണ്. യോഹന്നാന്റെ വെളിപ്പാടായിരുന്നെങ്കിൽ അത്ര ആകത്തില്ല. സ്തോത്രം. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു ഈ 2ഉം 3ഉം വാക്യം കൂടെ ചേർത്തൊരു കാര്യം കൂടെ ചിന്തിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതിൽ 3 കാര്യങ്ങളാണ് യോഹന്നാൻ കണ്ടത്. 3 കാര്യങ്ങളാണ് യോഹന്നാൻ കണ്ടത്. മൂന്ന് കാര്യങ്ങളാണ് ഈ പുസ്തകത്തെ കുറിച്ച് യോഹന്നാൻ കണ്ടത്. ഒന്ന്, ദൈവത്തിന്റെ വചനമാണ് താൻ കണ്ടത്, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ വെളിപ്പാടാണ് താൻ കണ്ടത്. അത് 2-ാം വാക്യം തുടങ്ങുന്ന അങ്ങനല്ലേ? അവൻ ദൈവത്തിന്റെ വചനവും. കണ്ടോ, ഒന്നാമത് താൻ കണ്ടത് എന്താണ്? ദൈവത്തിന്റെ വചനമാണ് കണ്ടത്. ആ വചനത്തിന്റെ വെളിപ്പാടാണ് കണ്ടത്. രണ്ടാമത് താൻ കണ്ടത് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യമാണ്. അതിന് 2-ാം വാക്യം അവിടെ പറയുന്നുണ്ടല്ലോ, യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടത് ഒക്കെയും സാക്ഷീകരിച്ചു. അപ്പോൾ ഒന്നാമത് താൻ കണ്ടത് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടാണ്. രണ്ടാമത് താൻ കണ്ടത് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യമാണ്. മൂന്നാമത് താൻ എന്തൊക്കെ കണ്ടോ അതെല്ലാം താൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. അപ്പോൾ 3 കാര്യങ്ങളാണ് യോഹന്നാൻ കണ്ടത്. ഒന്ന്, ദൈവവചനത്തിന്റെ വെളിപ്പാട്. 2, യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം. 3, താൻ കണ്ടതൊക്കെയും താൻ അവിടെ വെളിപ്പെടുത്തിയിരിക്കും. ഇനി 3-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നവരും പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കും. അപ്പോൾ ഒന്ന്, വായിക്കുന്നവൻ. മലയാളത്തിനകത്ത് വായിച്ച് കേൾപ്പിക്കുന്നവൻ എന്നാണ്, ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് വായിക്കുന്നവൻ എന്നാണ്, റീഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് മലയാളത്തിൽ തർജ്ജിമയിൽ വന്നൊരു മിസ്റ്റേക്കാണ്, വായിച്ച് കേൾപ്പിക്കുന്നവൻ എന്ന്. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് വായിക്കുന്നവൻ എന്നാണ്. 2, കേൾക്കുന്നവർ.
3 പ്രമാണിക്കുന്നവർ. സ്തോത്രം. അപ്പം വായിക്കുന്നവരും കേൾക്കുന്നവരും പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്നാണ് വെളിപ്പാട് പുസ്തകം. ഭാഗ്യവാന്മാർ എന്ന് നമ്മുടെ മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ബ്ലസ്ഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലസ്ഡ്. അപ്പോൾ ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? വെളിപ്പാട് പുസ്തകം വായിക്കുകയും അത് കേൾക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ ഭാഗ്യമുള്ളവർ. ഇതിന് സമാനമായിട്ടുള്ളൊരു ഭാഗം പുതിയ നിയമത്തിലുണ്ട്. നമുക്കറിയാം. ഏതാ? മത്തായി സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ നിരവധി ഭാഗ്യവാന്മാരുടെ ഒരു പട്ടികയുണ്ട്. അതായത് നിരവധി അനുഗ്രഹിക്കപ്പെട്ടവരുടെ പട്ടികയുണ്ട്. ഇത് കമ്പയർ ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് അത്യാവശ്യം. ഇനി വെളിപ്പാട് പുസ്തകത്തിൽ നിങ്ങൾ 22 അധ്യായങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ 22 അധ്യായങ്ങളിലും കൂടെ നമുക്ക് പ്രധാനമായും നിരവധി ഭാഗ്യവാന്മാരുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്. നിരവധി ഭാഗ്യവാന്മാരുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 7ഓളം ഭാഗ്യവാന്മാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വെളിപ്പാട് പുസ്തകം മാത്രം, ഈ പുസ്തകത്തിൽ നിന്ന് മാത്രം നമുക്ക് 7 ഭാഗ്യവാന്മാരെ കുറിച്ച് കാണാൻ പറ്റുന്നു. ഈ 3-ാം വാക്യത്തെ ആധാരമാക്കി നമ്മൾ പഠിക്കുമ്പോൾ 7 ഭാഗ്യവാന്മാരുണ്ട്. ഞാൻ ഇപ്പൊ നിങ്ങളോട് ആ 7 എണ്ണത്തിന് ടൈറ്റിൽ പറയാം. അടുത്ത ക്ലാസ്സിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നതായിരിക്കും. 1-ാമത്തെ ടൈറ്റിൽ ഇത് തന്നെയാണ്, 1-3 തന്നെയാണ്. ഇത് വായിക്കുകയും വായിച്ച് കേൾക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. വെളിപ്പാട് പുസ്തകം മുൻപോട്ട് വെക്കുന്ന 1-ാമത്തെ ഭാഗ്യകരമായ അവസ്ഥ ഇതാണ്. 2-ാമത്തെ ഭാഗ്യകരമായ അവസ്ഥ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ്. അത് ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതാണ് 2-ാമത്തെ ഭാഗ്യകരമായ അവസ്ഥ. ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. 3-ാമത്തെ ഭാഗ്യവാന്മാർ 16-ാം അധ്യായം 15-ാമത്തെ വാക്യം. എന്താണത്? ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ. കർത്താവിന്റെ കള്ളനായി കർത്താവ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കള്ളനെ പോലെ കർത്താവ് വരുന്ന സമയത്ത്, കള്ളനായി എന്നല്ല, അത് തെറ്റായ പ്രയോഗമാണ്. കള്ളനെ പോലെ കർത്താവ് വരുന്ന സമയത്ത് തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. 4-ാമത്തെ വെളിപ്പാട് പുസ്തകം മുൻപോട്ട് വെക്കുന്ന ഭാഗ്യകരമായ അവസ്ഥ 19-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. 5-ാമത്തേത് 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാന്മാർ. 6-ാമത്തേത് 22-7. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാന്മാർ. 7-ാമത്തേത് 22-14. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാൻ.
അപ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വെളിപ്പാട് പുസ്തകം മുൻപോട്ട് വെക്കുന്ന 7 അനുഗ്രഹിക്കപ്പെട്ടവരെ കുറിച്ച് അല്ലെങ്കിൽ 7 ഭാഗ്യവാന്മാരെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ടൈറ്റിലുകൾ കേട്ടത്. അടുത്ത ബുധനാഴ്ച എനിക്ക് സമയമുണ്ടെങ്കിൽ, കർത്താവിന്റെ വരവ് താമസം എങ്കിൽ, നമ്മൾ ഈ 7 ടൈറ്റിലുകളും ഇവിടുന്ന് ആരംഭിക്കും. ഇതൊന്ന് വിശദീകരിച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അൻപുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് അങ്ങയുടെ വചനവുമായി ചില നിമിഷങ്ങളായിരിക്കാൻ നൽകിയ അവസരത്തിനായി സ്തോത്രം. കർത്താവെ, ഈ വചനത്തിനകത്തുനിന്ന് ഞങ്ങൾ ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ഇത് ഗ്രഹിപ്പാൻ അങ്ങവരുടെ ബുദ്ധിയെ തുറക്കണമേ. ഇത് വിഭാഗിക്കാൻ ആവശ്യമേറിയ വിശേഷപ്പെട്ട കൃപയും ജ്ഞാനവും അങ്ങ് നൽകി തരേണ്ടതിനായി പ്രാർത്ഥിക്കും. എല്ലാത്തിലും തിരുനാമഹത്വം എടുക്കും, കൃപയും ഞങ്ങളെ പൊതിയും. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. എല്ലാവർക്കുമുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ പാസ്റ്ററിനെ ഓർത്ത് ദൈവത്തിന് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് വളരെ തിരക്കുകൾക്കിടയിലും നമ്മോടൊത്ത് കടന്നു